നീയോ? അല്ല, എന്റെ പ്രേതം. ബേബി, നീ എന്താ ഇവിടെ? നീ ലണ്ടനിൽ നിന്ന് പോകുന്നു പറഞ്ഞപ്പോൾ നിന്നെ കാണാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് വന്നതാ. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ജെന്നി എപ്പോ വന്നു? ഞാൻ ഇപ്പോൾ വന്നുള്ളൂ വല്യച്ഛ. എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നേ. എൻ്റെ കൃഷ്ണ, ജെന്നി. ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേനും ആന്റി അവിടെ സുന്ദരിയായല്ലോ. മതി മതി, അമ്മ വാ, എനിക്ക് വിശക്കുന്നു. സ്വന്തം അമ്മ കൂടിയല്ല, എന്നിട്ട് ഉളുപ്പില്ലാണ്ട് അവൻ്റെ ഒരു അമ്മ. തേജസ്, നീ എന്നാ പോണേ? ഞാൻ അഹാന്റെ ഒപ്പം പോവും. ആഹാ, നീ നെക്സ്റ്റ് വീക്ക് തിരിച്ചു പോവില്ലേ? നോ, 3 months കഴിഞ്ഞ് ഞാൻ പോവും. അതെന്താ? അവന്റെ മാരേജ് ഫിക്സ് ചെയ്തു, August 25th. എന്നിട്ട് ഡാഡി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അഹാൻ, നമുക്ക് നാളെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ കല്യാണം ഇത്ര പെട്ടെന്ന് തീരുമാനിക്കുമെന്ന്. ദേ കിടക്കുന്ന ചട്ടിയെങ്കിലും. ജെന്നി, നിങ്ങളുടെ മാരേജ് അല്ല, പിന്നെ അഹാന്റെയും അനർഘയുടെയും മാരേജാണ്. ബട്ട് ഞാനല്ലേ അവൻ്റെ മുറപ്പെണ്ണ്. എല്ലാം ഫിക്സ് ചെയ്തു ജെന്നി. അനർഘ അവള് നല്ല കുട്ടിയാ. ബട്ട് മുറപ്പെണ്ണാണെന്ന് കരുതി കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ. അത് പറയാൻ നീ ആരടാ? നീ നിന്റെ സ്ഥാനത്ത് നിന്നാ മതി. ജെന്നി, അത് സാരില്ല, അവള് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. എനിക്ക് മതി. അവള് കുറച്ചുകൂടി പോകുന്നില്ലേ? തേജസും ജെന്നിയും പണ്ട് മുതലേ വഴക്കല്ലേ, അതിൻ്റെ ആയിരിക്കും. ഇത് തന്നെയാ നിങ്ങൾ എപ്പോഴും പറയുന്നേ. ഞാനതിനെന്തപ്പോ പറഞ്ഞേ? ഓ ലേഖ, സോറി. നീയോ? നീ എന്താ ഇവിടെ? നീ ശരിക്കും കല്യാണത്തിന് സമ്മതിച്ചോ? നോ, ഇതൊരു ഫോഴ്സ്ഡ് മാരേജ് മാത്രമാണ്. എനിക്കിതിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു വഴി മാത്രം. 6 months കഴിഞ്ഞാൽ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. സോ നിനക്ക് എന്നെ തന്നെയാണ് ഇഷ്ടമല്ലേ? നീള, നീ ഉറങ്ങിയില്ലേ? നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ? ഒരാഴ്ച സമയം കിട്ടിയിട്ട് എല്ലാം ചെയ്തു, സ്റ്റഡി മാത്രം ചെയ്തില്ല. ഓക്കെ ഓക്കെ, ഇപ്പോൾ നീ ഡിസ്റ്റർബ് ചെയ്യല്ലേ, നീ പോയേ. ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ചേച്ചി, ഐ എം സോറി. എന്തിന്? ഞാൻ നിന്റെ മാരേജിനെ കുറിച്ച് അങ്ങനെ പറയണ്ടായിരുന്നു. അത് സാരല്ല എൻ്റെ നിളക്കുട്ടി. അമ്മേ, ഞങ്ങൾ പോവാ. നില, നീയൊന്ന് നിന്നേ. ഇതാ പ്രസാദം. അച്ഛൻ്റെ അനുഗ്രഹം കൂടി വാങ്ങിയിട്ട് പോ. നല്ലപോലെ പരീക്ഷ എഴുതേണ്ടതല്ലേ. നന്നായി വരും. ഓൾ ദ ബെസ്റ്റ്. അനു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. യു ടു അച്ഛ. ഇവിടെ വെച്ച് ഞാൻ ലേഖമ്മേനെ ആദ്യമായിട്ട് കാണുന്നു. നിന്റെ സ്റ്റോറി കേട്ടിട്ട് ഡ്രാമ പോലെ തോന്നുന്നു, പക്ഷെ ഒരു വെറൈറ്റി. സാധാരണ നായകൻ നായികയെ രക്ഷിക്കും, ഇത് നായകൻ്റെ അമ്മേനെ രക്ഷിക്കുന്നു. കൊള്ളാം. നീ വല്ലാണ്ട് അങ്ങനെ പറയണേ. നീ പോയി ആദ്യം പരീക്ഷ പാസ്സായിട്ട് വാ. ആയിക്കോട്ടെ തമ്പുരാട്ടി. എന്തോരം ഫയൽസ്. ഒരു ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇന്നാണെങ്കിൽ ആ നയന ലീവുമാണ്. എൻ്റെ കൃഷ്ണ, ഒന്ന് സഹായിക്കണേ. അനർഘ, ആ DK കമ്പനിയായിട്ടുള്ള പ്രൊജക്റ്റിന്റെ ഫയലുമായി ബോസിനെ കാണാൻ പറഞ്ഞു. ഓക്കെ. നയനക്ക് എന്ത് പറ്റി? എനിക്കറിയില്ല, അവൾ എന്നോട് ലീവാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, എന്നാ താൻ തന്റെ പണി നോക്കിക്കോ. മേ ഐ കം ഇൻ സർ? കമ്മിങ്. അനർഘ, ഇരിക്കൂ. ആ ഫയൽ കംപ്ലീറ്റ് ചെയ്തോ? യെസ് സർ. ഇതാ. ഇറ്റ്സ് റിയലി ഗുഡ്. താങ്ക് യു സർ. പിന്നെ ഇന്ന് 7 PM DK കമ്പനി CEO ആയി ഒരു മീറ്റിംഗ് ഉണ്ട്. സോ താൻ ഈ പ്രോജക്റ്റിൻ്റെ ഫയലെല്ലാം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് വേണം. ബട്ട് സാർ, എനിക്ക് നൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, വീട്ടിൽ ഞാൻ കൊണ്ടുവിടാം. ബട്ട് നോ ബട്ട്സ്. ഓക്കെ സർ, ക്യാൻ ഐ ലീവ്? Yeah, you can. Meanwhile, That's a good idea.
Who the hell is it? അളിയ നീ കെട്ടാൻ പോണടാ. നീ അതെങ്ങനെ അറിഞ്ഞു? എൻ്റെ അടുത്ത് തേജസ് പറഞ്ഞു. അതെ ഇങ്ങോട്ട് പോവുക, ഞാൻ നല്ല പിണക്കത്തില. ഇനി അത് മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നത്തെ ഡിന്നർ നിന്റെ വക. ഓക്കെ. എനിക്കൊന്നുമില്ല. അപ്പൊ നീ ശരിക്കും ഞങ്ങൾക്ക് ഡിന്നർ മേടിച്ചു തരൂ? വേണമെങ്കിൽ തീരുമാനം മാറ്റാം. വേണ്ട തരൂ. ആഹാന് വട്ടായടാ. അമ്മ ഞാൻ ഇന്ന് വരാൻ വൈകും. ഒരുപാട് വൈകരുതേ മോളെ. പിന്നെ അച്ഛൻ്റെ അടുത്തും നിളയുടെ അടുത്തും പറയണേ. പറയാം മോളെ. പിന്നൊരു കാര്യം, നാളെ 10 മണിക്ക് അഹാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യും. നിങ്ങൾ രണ്ടാളും കൂടിയാ ഡ്രസ്സും റിങ്ങൊക്കെ വാങ്ങേണ്ടത്. അപ്പം നിങ്ങളാരും വരുന്നില്ലേ? അത് വേണ്ട, നിങ്ങൾ രണ്ടാളും കൂടെ പോയാൽ മതി. ഓക്കെ. സർ പി എ വന്നില്ലല്ലോ. ആൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ടി വന്നു, അതാ. നാളെ എനിക്ക് ലീവ് വേണമായിരുന്നു. അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, താനെടുത്തു. താങ്ക് യു സർ. നമ്മൾ എത്തി, വാ. ദാ ഇവിടെ. DK കമ്പനിയുടെ CEO വന്നില്ലല്ലോ സർ. ലേറ്റ് ആയതാവും, മനുഷ്യന്മാരല്ലേ. ഓക്കെ. സർ അവർ വന്നില്ലല്ലോ. ശരിക്കും ഇതൊരു മീറ്റിംഗ് തന്നെയാണോ? അനർക്ക, എനിക്ക് ഒരുപാട് കാലമായി ഒരു കാര്യം പറയാനുണ്ട്. തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് തന്നെ ഇഷ്ടമായി. പക്ഷേ ദിവസം പോകുന്തോറും ആ ഇഷ്ടം പ്രണയമായി മാറാൻ തുടങ്ങി. അനർക്ക, ഐ ലവ് യു. വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? തേഞ്ഞ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് വഴി അത് അറിയിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന കമൻറ്റുകൾക്ക് ഇതിലെ കഥാപാത്രങ്ങൾ തന്നെ വന്ന് ഹായ് പറയുന്നതായിരിക്കും.